നിലമ്പൂരിലെ രാഷ്ട്രീയം, ഇപ്പോൾ നടക്കുന്ന ഇലക്ഷൻ, അത് 2026 ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്കുമുള്ള പാർട്ടിയുടെയും പ്രവർത്തകരുടെയും ആത്മവിശ്വാസത്തെ സ്വാധീനിക്കുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ് നിലമ്പൂർ നിയമസഭാ ഇലക്ഷൻ. നമുക്കറിയാം, നിലമ്പൂർ അത് UDF അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. എന്നാൽ PV അൻവറിന്റെ വരവോടുകൂടിയായിട്ടാണ് നിലമ്പൂർ LDF അനുകൂലമായി മാറിയത്. PV അൻവർ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്ത് വന്നതോടുകൂടിയാണ് നിലമ്പൂർ ഇടതുപക്ഷത്തിന് കിട്ടിയത്. എന്നാൽ അദ്ദേഹം രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ 4 മുന്നണികളും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. UDF കോൺഗ്രസിലെ ആര്യാടൻ ഷൗക്കത്തിനെയും, LDF CPM M സ്വരാജ്. നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് M സ്വരാജ്. അതേപോലെ SDPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ BJPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ മുന്നണികൾക്കും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഈ സീറ്റ് നിലനിർത്തണം, UDF സംബന്ധിച്ച് സീറ്റ് തിരിച്ചു പിടിക്കണം, BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കിട്ടിയതിനേക്കാൾ വോട്ട് കൂടണം, SDPയെ സംബന്ധിച്ചും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അവർക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുക മാത്രമല്ല അവരുടെ ലക്ഷ്യം, അവർ 3ാം സ്ഥാനം പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിലമ്പൂരിൽ ഇടതുപക്ഷമാണ് ജയിക്കുന്നതെങ്കിൽ, M സ്വരാജാണ് ജയിക്കുന്നതെങ്കിൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് 3ാമതൊരിക്കൽ കൂടി കേരളം ഭരിക്കാനുള്ള ആത്മവിശ്വാസം അവർക്ക് നൽകും. ഇനി മറിച്ച് അവിടെ UDF ആണ് ജയിക്കുന്നതെങ്കിൽ 2 പേർക്കും സാധ്യതയുണ്ട്. UDF ആണ് അവിടെ വിജയിക്കുന്നതെങ്കിൽ UDF സാധ്യതകൾ നോക്കാം. 3000 താഴെ വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ UDF വിജയിക്കുന്നതെങ്കിൽ അവർക്ക് നിലവിലുള്ള ആത്മവിശ്വാസവുമായി 2026 മത്സരം നേടാൻ കഴിയും. അതല്ല, 7000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടു കൂടി 2026 ഇലക്ഷൻ നേടാൻ കഴിയും. ഇനി 10000 പരം വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിക്കുന്നതെങ്കിൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ UDF കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ നടക്കുന്നത്. BJPയെ സംബന്ധിച്ച് നമുക്കറിയാം, മത്സരിക്കുന്നില്ല എന്ന് പറയുകയും അവസാനം അവർ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നിലവിലെ സാഹചര്യത്തിൽ അവിടെ BDJSന് സീറ്റ് കൊടുത്താൽ BDJS ഉറപ്പായും 4ാം സ്ഥാനത്ത് പോകും, SDP അവിടെ 3ാം സ്ഥാനത്ത് വരും. അങ്ങനെ വന്നാൽ അത് NDA മുന്നണിക്കകത്തും BJP മുന്നണിക്കകത്തും ശക്തമായ കലഹത്തിന് കാരണമാകും. പുതിയ പ്രസിഡന്റിന് കീഴിൽ NDA സഖ്യം 4ാം സ്ഥാനത്തേക്ക് പോകും എന്ന് പറയുന്നത് അടുത്ത വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള ഇലക്ഷനുകളിലെ പാർട്ടിയുടെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അവർ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. എല്ലാ മുന്നണികൾക്കും ശക്തമായ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിലുള്ളത്. കാരണം ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇനി മാസങ്ങൾ, 5-6 മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിയമസഭയ്ക്ക് ഇനി മാസങ്ങൾ മാത്രമാണ്. പാർട്ടിക്കും പ്രവർത്തകർക്കുമൊക്കെ അവിടെ ആത്മവിശ്വാസം കൂട്ടാനും അവിടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ഈ ഇലക്ഷന്റെ റിസൾട്ടിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് 4 മുന്നണികളും ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്.